ടൗൺഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 200ാമത്തെ വീടിൻ്റെ കോൺക്രീറ്റ് ഇന്ന് നടക്കും എന്നുള്ളതാണ്. അതേസമയം തന്നെ KT ജലീൽ MLA ഇവിടെ ടൗൺഷിപ്പ് സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഈ കാര്യങ്ങളും അതുപോലെ തന്നെ കർണാടക സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നത്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ചോദിക്കാം. ടൗൺഷിപ്പ് കണ്ടു കഴിഞ്ഞോ? എന്താണ് കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ രണ്ട് ഭരണരീതിയെക്കുറിച്ച്, രണ്ട് സംസ്കാരത്തെക്കുറിച്ച്, വികസന സംസ്കാരത്തെക്കുറിച്ച് വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇന്നലെ ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂരിൽ 300ഓളം കുടുംബങ്ങളെ അതിക്രൂരമായി അന്യായമായി കുടിയൊഴിപ്പിച്ച് അവരുടെ വീടുകൾ മുഴുവൻ ഇടിച്ചു നിരത്തി ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായിരുന്നു. ആ സന്ദർഭത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. അതോടുകൂടി മാത്രമാണ് അവിടുത്തെ മുഖ്യമന്ത്രിയും അവിടുത്തെ മറ്റു നേതാക്കളും അതിനോട് പ്രതികരിക്കാൻ തയ്യാറായത്. മിനിയാന്ന് റഹീം MP അവിടെ സന്ദർശിച്ചു. ഇന്നലെ ഞാൻ അവിടെ പോയിട്ട് സന്ദർശനം നടത്തി. CM ഇബ്രാഹിം സാഹിബ്, മുൻ കേന്ദ്രമന്ത്രി, അവിടെ സന്ദർശിച്ചു. അപ്പോൾ ഇപ്പോഴാണ് അവരൊന്ന് ഉണർന്നിരിക്കുന്നത്. എന്തായിരുന്നു അവിടുത്തെ ഒരു കാഴ്ച? വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയായിരുന്നു. കടുത്ത തണുപ്പാണ് ബാംഗ്ലൂരിൽ. അപ്പോൾ അവിടെ ആളുകളെ മുഴുവൻ രാവിലെ 4 മണിക്ക് ബുൾഡോസർ വന്ന് ഇടിച്ചു നിരത്താനുണ്ടായത്. അവരുടെ പുതപ്പ് പോലും എടുക്കാൻ സമ്മതിക്കാതെ, കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകൾ പോലും വീട്ടിൽ നിന്ന് എടുക്കാൻ സമ്മതിക്കാതെ പോലീസ് അവരെ നിഷ്കരണം പുറത്താക്കി. എന്താ പറയുക, ഒരു 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 ഏകാധിപത്യ രാജ്യത്ത് പോലും നടക്കാത്ത സംഭവമാണ് കർണാടകയിൽ നടന്നത്. എന്നിട്ട് കഴിഞ്ഞ 9 ദിവസമായിട്ട് അവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലറോ റവന്യൂ മന്ത്രിയായിട്ടുള്ള സ്ഥലം MLAയോ MP യോ സർക്കാരിൻ്റെ പ്രതിനിധികളോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഇബ്രാഹിം സാഹിബ് പറഞ്ഞു, ആദ്യമായിട്ടൊരു MLA വരുന്നത് കേരളത്തിൽ നിന്നുള്ള നിങ്ങളാണ്, ആദ്യമായിട്ടൊരു MP ഇവിടെ സന്ദർശിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗം റഹീമാണ് എന്ന് അവർ തന്നെ പറയുകയുണ്ടായി. ഏതായാലും ഞങ്ങളുടെ സന്ദർശനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ അത് ഫലം കണ്ടിരിക്കുന്നു എന്നാണ് ഇന്ന് അവർ അതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തിട്ടുള്ള അടിയന്തര യോഗം വ്യക്തമാക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അത് കഴിഞ്ഞ് അവിടെ ആളുകളെ കുടിയൊഴിപ്പിക്കുകയും തെരുവുകളിലേക്ക് വലിച്ച് എറിയുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ സർക്കാർ അവിടെ അവർ പുനരധിവാസം ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ചെയ്തിട്ടില്ല. കാരണം അവർ പറയുന്നത് അവിടെ നിയമവിരുദ്ധമായിട്ടാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ ഭൂമിയാണ്. അങ്ങനെ തന്നെയാണ് സാധാരണ കുടിയേറ്റക്കാരെല്ലാം തന്നെ, പാവപ്പെട്ട ആളുകൾ കുടിൽ കെട്ടി താമസിക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭൂമിയിൽ തന്നെയാണ്. 10-15 വർഷം കഴിയുമ്പോൾ അവർക്ക് പട്ടയം കൊടുക്കും. ഇത് 30-40 വർഷമായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് വരെ താൽക്കാലിക പട്ടയമല്ലാതെ പെർമനൻ്റ് പട്ടയം കൊടുത്തിട്ടില്ല. അവർക്ക് ആ വീടിൻ്റെ പേരിലാണ് അവരുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, പാസ്പോർട്ട് എല്ലാം തന്നെ അവരെടുത്തിട്ടുള്ളത്. അവർക്ക് വൈദ്യുതി കണക്ഷൻ ഉണ്ട്, അവർക്ക് വാട്ടർ കണക്ഷൻ ഉണ്ട്. എല്ലാം ഇല്ലീഗലായി ആയിരുന്നെങ്കിൽ എങ്ങനെ ഈ വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റി കണക്ഷനൊക്കെ ആ വീടുകൾക്ക് ലഭ്യമാകും? അപ്പോൾ പറയുന്നത് ന്യായമാവണ്ടേ? ഏതായാലും അവിടുത്തെ ആളുകളെ പുനരധിവസിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കർണാടക സർക്കാർ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആ 300 കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ അവിടെ താമസിപ്പിക്കാൻ വേണ്ടി, അവരുടെ പുനരധിവാസം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഭാഗഭാക്കാവും. അതിൽ സംശയമൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ കൽപ്പറ്റയിൽ വന്ന് നിന്നു. ഇവിടെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 200 വീടുകളുടെ പണി പൂർത്തിയായി. ഇനി 102 വീടുകളുടെ പണികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫൗണ്ടേഷൻ പണിയും അതുപോലെ തന്നെ വാർപ്പുൾപ്പെടെയുള്ള എല്ലാ പണികളും വരുന്ന ഫെബ്രുവരി മാസത്തോടു കൂടിയിട്ട് തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മൊത്തം 302 വീടുകളാണ് 5 ക്ലസ്റ്ററുകളിലായിട്ട് വരുന്നത്. 160 ഏക്കർ സ്ഥലത്താണ് ഈ ടൗൺഷിപ്പ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത. ഇവിടെ ഒരു 7s ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, അംഗനവാടി ഉണ്ട്. അങ്ങനെ ഇത്രയും അധികം ആളുകൾ തിങ്ങി താമസിക്കുമ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണോ വേണ്ടത് അതെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. ഈ കോളനി നിവാസികൾക്ക് അല്ലെങ്കിൽ ഈ ടൗൺഷിപ്പിലുള്ള ആളുകൾക്ക് വിവാഹമൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പുറത്തു പോകേണ്ട കാര്യമില്ല. 12 മീറ്റർ വീതിയിൽ
പ്രധാനപ്പെട്ട റോഡ് ഈ ടൗൺഷിപ്പിൻ്റെ മധ്യഭാഗത്തുകൂടെ കടന്നു പോവുകയാണ്. 11.5 കിലോമീറ്റർ ഇൻറ്റേർണൽ റോഡുകളുണ്ട്. എല്ലാ വീടുകളും റോഡിന് മുന്നിലേക്കായിട്ടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും റോഡിൻ്റെ ആക്സസ് ഉണ്ട്. ഇത്രയും വലിയ സൗകര്യങ്ങൾ ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുമ്പോൾ സർക്കാരിൻ്റെ സംവിധാനത്തെക്കാൾ മികച്ച സംവിധാനം ഒരുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചില സംഘടനകൾ രംഗത്ത് വന്നു. അവരുടെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ ടൗൺഷിപ്പിൽ എന്തൊക്കെ സൗകര്യങ്ങളാണോ ദുരിതബാധിതർക്ക് അവരെ റിഹാബിലിറ്റേറ്റ് ചെയ്യുമ്പോൾ സർക്കാർ ഒരുക്കി കൊടുക്കുന്നത്, സമാനമായിട്ടുള്ള സൗകര്യങ്ങൾ ആ സംഘടനകളും അവിടെ ഒരുക്കി കൊടുക്കണം. വെറുതെ വീടുണ്ടാക്കി കൊടുത്താൽ പോരാ. വീടുണ്ടാക്കി കൊടുത്താൽ അങ്ങോട്ട് റോഡ് വേണം, ഇൻറ്റേർണൽ റോഡുകൾ വേണം. ആ ഇൻറ്റേർണൽ റോഡ് നല്ല ടാർ ചെയ്ത് ഇവിടെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഭംഗിയായിട്ടുണ്ടാക്കണം. ഓരോ വീടിനും ചുറ്റുമതിലുകൾ വേണം. അതുപോലെ തന്നെ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ അവിടെയും 100 വീടുകളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10,000-ഓളം ആളുകളുണ്ടാവും അവിടെ. അപ്പോൾ ഈ 1000 ആളുകൾക്ക് അധിവസിക്കുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ വേണം, ഒരു ടൗൺ ഹാൾ പോലെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ വേണം, മറ്റു സൗകര്യങ്ങൾ വേണം, ഒരു ഗ്രൗണ്ട് വേണം. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണോ സർക്കാർ ചെയ്തു കൊടുക്കുന്നത്, സമാനമായ സൗകര്യങ്ങൾ ഈ ദുരിതബാധിതർക്ക് വേണ്ടി എന്നുള്ള പേരിൽ വീടുകൾ പണിയുന്ന എല്ലാ സംഘടനകളും അവർക്ക് ചെയ്തു കൊടുക്കണം. കാരണം സർക്കാർ ഉണ്ടാക്കുന്ന ടൗൺഷിപ്പിലെ സൗകര്യത്തെക്കാൾ തങ്ങൾ മികച്ച സൗകര്യമൊരുക്കി തരാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അവരെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ സംവിധാനത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു സൗകര്യം അവർക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയില്ല എന്ന് 101% ഉറപ്പാണ്. പക്ഷേ അതിൻ്റെ 4 അയലത്തെങ്കിലും എത്തുന്ന രൂപത്തിൽ അവരെ പുനരധിവസിപ്പിക്കാൻ ബന്ധപ്പെട്ട സംഘടനകൾ തയ്യാറാവണം. ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ട് എവിടെയെന്ന് അറിയാത്ത ചില സംഘടനകളുണ്ട്. അവരെക്കുറിച്ച് എന്ത് പറയാം? അതെ, കോൺഗ്രസിൻ്റെ നേതാവ് ഇവിടുത്തെ MLA സിദ്ദീഖ് പറഞ്ഞത് ഇന്നലെ അതിൻ്റെ ശിലാസ്ഥാപനം നടക്കുമെന്നാണ്. എവിടെയാണ് ശിലാസ്ഥാപനം? ആകാശത്താണോ കോൺഗ്രസിൻ്റെ 100 വീടുകളുടെ ശിലാസ്ഥാപനം നടക്കുന്നത്? ഏത് ഭൂമിയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്? ആ ഭൂമി ഒന്ന് അവർ കാണിച്ചു തരട്ടെ. അവർ ഭൂമി തന്നെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. പിന്നെ എങ്ങനെയാണ് ഇല്ലാത്ത ഭൂമിയിൽ എങ്ങനെയാണ് അവർ കൊണ്ടുപോയിട്ട് ശിലാസ്ഥാപനം നടത്തുക? ഇപ്പോൾ മുസ്ലിം ലീഗ് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു, അതിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ വെറും വീടുകൾ മാത്രം പോരാ, ഇൻറ്റേർണൽ റോഡുകൾ വേണം. ഓരോ വീട്ടിലേക്കും റോഡ്, ടാർ ചെയ്ത റോഡുകൾ ആക്സസ് ആയിട്ട് വേണം. ഇപ്പോൾ ഇവിടെ 5.5 മീറ്ററാണ് ഈ 11.5 കിലോമീറ്റർ റോഡ് എന്ന് പറയുന്നത്. ഈ ടൗൺഷിപ്പിലാണ്, ഈ 160 ഏക്കറിൻ്റെ ഉള്ളിലാണ്. അതിന് പുറമെയാണ് 12 മീറ്റർ വീതിയിൽ അതിഗംഭീരമായിട്ടുള്ള വലിയ മെയിൻ റോഡ് വരുന്നത്. അങ്ങനെ ഈ സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു അതിമനോഹരമായിട്ടുള്ള സംവിധാനത്തിൽ നിന്ന് ആളുകളെ പറിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് അവരെ അനാഥമാക്കുന്ന സ്ഥിതി ഒരു സംഘടനയും ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. KT ജലീൽ MLA വീടുകളുടെ പ്രവർത്തനം വീക്ഷിക്കാനായി പോവുകയാണ്. എങ്ങനെയൊക്കെയാണ് പ്രവൃത്തികൾ നടക്കുന്നത് എന്നുള്ളത്. 2000-ഓളം തൊഴിലാളികളെ വിന്യസിച്ചുകൊണ്ടാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വീണ്ടും പണി പൂർത്തിയാക്കാനുള്ള ഏറ്റവും അവസാനഘട്ട പണിയിലേക്ക് നടക്കുന്നത്.